ഇൻ തദ്ഉഹും, നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ലാ യസ്മഉ, അവർ കേൾക്കുകയില്ല. ദുആഅക്കും, നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. വലൗ സമഉ, ഇനി കേട്ടാലും, കേട്ടു എന്ന് സങ്കല്പിക്കുക, മസ്തജാബു ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. വയൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ യക്ഫുറൂന, അവർ നിഷേധിക്കും, ബിശിർക്കിക്കും, നിങ്ങളുടെ ശിർക്കിനെ, നിങ്ങൾ അള്ളാഹുവോട് അവരെ പങ്കുചേർത്തതിന് അവർ നിഷേധിക്കും. വലാ യുനബ്ബിഉക, നിനക്ക് വിവരം തരികയില്ല, മിസ്ലു ഖബീർ, ഖബീറിനെ പോലെ ഒരുവൻ, സൂക്ഷ്മമായി അറിയുന്നവൻ അഥവാ അള്ളാഹു, അവനെ പോലെ നിനക്ക് വിവരം മറ്റാരും നൽകുകയില്ല. കാരണം പരലോകത്ത് സംഭവിക്കാൻ പോകുന്ന ഈ വിവരം അള്ളാഹു അല്ലാതെ ആർക്ക് പറയാൻ സാധിക്കും? നോക്കൂ, റബ്ബല്ലാത്തവരോടുള്ള മുഴുവൻ ദുആവും വ്യർത്ഥമാണ് എന്നതിനുള്ള തെളിവാണ് ഈ ആയത്ത്. എന്ന് മാത്രമല്ല, നോക്കൂ നിങ്ങൾ, ഈ ആയത്ത് ബിംബങ്ങളെ, അതുപോലെ കല്ലുകളെ, മരങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമാണ് യോജിക്കുക? അല്ല, പരലോകത്ത് നിഷേധിക്കാൻ ആരാണ്? ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരാധിക്കാൻ എന്ന് പറയാൻ ആരായിരിക്കും? അത് ആഖിലുകളായ ആളുകളാണ്. കല്ലും മരവും പോലെയുള്ളതല്ല, മറിച്ച് അത് മനുഷ്യരാണ്. അള്ളാഹുവിന്റെ നബിമാർ, മലക്കുകൾ, ജിന്നുകൾ, അതുപോലെ ഔലിയ, ഇങ്ങനെയുള്ളവരാണ് എന്തു പറയുക? ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്കിതുമായി ബന്ധമില്ല എന്ന് പറയുക അഖിലുള്ള ആളുകളാണ്. അതല്ലാതെ എന്തല്ല, കല്ലോ മരമോ അല്ല ഇങ്ങനെ പറയുക. നോക്കൂ, ദുആ, റബ്ബല്ലാത്തവർ ദുആ കേൾക്കുകയില്ല. ഇത് കേട്ട് എന്ന് സങ്കല്പിച്ചാലും ദുആക്ക് ഉത്തരം നൽകുകയില്ല. അന്ത്യനാളിൽ നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കുന്നതാണ്. നോക്കൂ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്കും യഥാർത്ഥത്തിൽ നൽകുന്നതാരാണ്? റബ്ബ് സുബ്ഹാനഹു വ തആല, അള്ളാഹുവാണ്. എന്തിനു വേണ്ടി? പരീക്ഷണത്തിനു വേണ്ടി അവൻ ചിലപ്പോൾ അങ്ങനെ നൽകിയേക്കും. പരീക്ഷണത്തിനു വേണ്ടി ചിലപ്പോൾ റബ്ബ് അങ്ങനെ നൽകിയേക്കും. അള്ളാഹു അങ്ങനെ ചില പരീക്ഷണങ്ങൾ നിശ്ചയിച്ചേക്കും. നോക്കൂ നിങ്ങൾ, ചില ആളുകൾ അങ്ങനെയാണ്. അവരുടെ എന്തെങ്കിലും അനുഭവം അവരുടെ മുന്നിൽ വന്നാൽ ഖുർആനും സുന്നത്തും അതിൽ വന്നിട്ടുള്ള വ്യക്തമായ തെളിവുകളും തള്ളിക്കളയാൻ അവന് മറ്റൊന്നും വേണ്ടതില്ല. അവരുടെ ഈമാൻ അത്രയും ദുർബലമാണ്. ഒരു തറഫിലിരുന്ന്, അറ്റത്തിരുന്ന് അള്ളാഹുവിനെ ആരാധിക്കുന്നവർ എന്ന് റബ്ബ് പറഞ്ഞതുപോലെ. സുബ്ഹാനല്ലാഹ്, ഒരാൾ തൗഹീദ് ഏതാണ്ട് മനസ്സിലാക്കിയ ഒരാൾ, ഇത് അനുഭവ സംഭവമാണ്. തൗഹീദ് ഏതാണ്ട് മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ, അയാളുടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, കടുത്ത ശിർക്കും അതുപോലുള്ള വിശ്വാസമൊക്കെ വെച്ച് പുലർത്തുന്ന ഒരു കൂട്ടുകാരൻ. നിങ്ങൾ, മോശം കൂട്ടുകാരന്റെ ദുസ്വാധീനം എത്രമാത്രമുണ്ട്. ഒരാളുടെ ഈമാൻ പോലും നശിപ്പിക്കാൻ അത് മതി എന്നതിനുള്ള തെളിവാണ് ഇതുപോലുള്ള കഥകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കും. ഫലിയൻദുർ അഹദുകും മൻ യുഖാലിൽ, അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ആരുമായി കൂട്ടുകൂടുന്നു എന്ന് നോക്കിക്കൊള്ളട്ടെ. മസലുൽ ജലീസി സാലിഹ് വൽ ജലീസി സൂ കഹാമിൽ മിസ്കി വനാഫിഖിൽ കീർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ല കൂട്ടുകാരന്റെയും മോശം കൂട്ടുകാരന്റെയും ഉദാഹരണം ഒരു സുഗന്ധം വിൽക്കുന്ന ആളുടെയും ഒരു കൊല്ലന്റെയും ഉദാഹരണമാണ്. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് മോശം കൂട്ടുകാരിൽ നിന്ന് നിനക്കുണ്ടാവും, നീ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ദുസ്വാധീനമുണ്ടാകും. നല്ല കൂട്ടുകാരനിൽ നിന്ന് നല്ല സ്വാധീനം നീ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഉണ്ടാകും. നോക്കൂ, തൗഹീദ് മനസ്സിലാക്കിയ ഇയാൾക്ക് ഒരു ശിർക്കിൽ മുങ്ങിക്കുളിച്ച ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അയാൾ ഈ നമ്മുടെ നാട്ടിൽ എല്ലാ ശിർക്കും ഖുറാഫാത്തുകളും പ്രചരിപ്പിക്കാൻ വേണ്ടി, അതിനുവേണ്ടി ജീവിക്കുന്ന, അതിനുവേണ്ടി സ്ഥാപനങ്ങളും മറ്റും നടത്തുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി എന്ന് പറഞ്ഞൊരു വ്യാജ മുടി കൊണ്ടുവന്ന മുസ്ലിയാരുടെ അനുയായികളിൽ ഒരാളായിരുന്നു. അങ്ങനെ ഈ തൗഹീദുള്ള ഈ മനുഷ്യന്റെ കുട്ടി, ചെറിയ കുട്ടി, ആ കുട്ടി ഇടക്കാലത്ത് കുട്ടിക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല. സംസാരിച്ചിരുന്ന കുട്ടി സംസാരിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ചില സമയത്ത് പിശാച് മനുഷ്യൻ ഇതുപോലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാക്കും. എന്തിനു വേണ്ടി? അവൻ എന്തെങ്കിലും ഷിർക്കോ അതുപോലുള്ള കുഫറോ ഷിർക്കോ മറ്റോ പ്രവർത്തിച്ചാൽ അവൻ ഒഴിഞ്ഞു പോകും. എന്തിനു വേണ്ടി? മനുഷ്യനെ ഷിർക്കിലും കുഫറിലും അകപ്പെടുത്താൻ.
കുട്ടി സംസാരിക്കുന്നില്ല, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി സംസാരിക്കുന്നില്ല. അങ്ങനെ ഇയാൾ പല ചികിത്സകളും നടത്തി, ഒന്നും കാണുന്നില്ല, ഫലം കാണുന്നില്ല. ഒരു ദിവസം ഈ ശിർക്കിൽ മുങ്ങിക്കുളിച്ച കൂട്ടുകാരൻ ഫോൺ ചെയ്യുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിന്റെ മകളുടെ കാര്യം, ഞാൻ മദീനയിലാണുള്ളത്, നിന്റെ മകളുടെ കാര്യം ഞാൻ ഇപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുത്തുനബിയെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ നിന്റെ മകളുടെ കാര്യം. ഇയാളിത് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു. കുട്ടി സംസാരിച്ചു. ആ സമയം മുതൽ തൗഹീദ് മനസ്സിലാക്കണം. തൗഹീദ് മനസ്സിലാക്കിയിരുന്ന ഈ മനുഷ്യൻ കോട്ടിയ ശിർക്കിന്റെ വാഹകനായി മാറി. അതിനുവേണ്ടി മണിക്കൂറുകൾ തർക്കിക്കുന്ന, അതിനുവേണ്ടി മണിക്കൂറുകൾ തൗഹീദുള്ള മനുഷ്യരോട് തർക്കിക്കുന്ന ശിർക്കിന്റെ ആളായി ഈ മനുഷ്യൻ മാറി. അള്ളാഹു നമ്മുടെ ഖൽബുകളെ തൗഹീദിൽ ഉറപ്പിച്ച് നിർത്തുമാറാകട്ടെ. നോക്കൂ, നിങ്ങളൊരു പരീക്ഷണം, എങ്ങനെയാണ് ഒരു മനുഷ്യനെ വഴിതെറ്റിച്ചത് എന്ന്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾ നോക്കൂ. ഈ അനുഭവമാണ് തെളിവ് എങ്കിൽ സമാനമായതോ അല്ലെങ്കിൽ അതിനപ്പുറത്തോ ഉള്ള അനുഭവം നിനക്ക് മറ്റുള്ള മതസ്ഥരുടെ അരികിൽ പോയാൽ കാണാം. നസ്രാനികളോട് പോയി ചോദിച്ചു നോക്കൂ. പേട്ടയിലും അവരുടെ പല ധ്യാന കേന്ദ്രങ്ങളിലും ചികിത്സിക്കുന്ന അവരുടെ പാതിരിമാരുടെ അരികിലും പോയി രോഗം മാറിയ എത്രയോ കഥകൾ നിങ്ങൾക്ക് അവർ ലിസ്റ്റ് ചെയ്തു തരും, പറഞ്ഞു തരും, തെളിവുകളും ഹാജരാക്കി തരും. മറ്റുള്ള ആളുകൾ, മറ്റുള്ള ദീനിന്റെ ആളുകൾ ഹദ്ദിസ് വല ഹറജ് എന്ന് പറഞ്ഞതുപോലെയാണ്. തീരാത്ത കഥകൾ ഉണ്ടാകും അവരുടെ കയ്യിൽ. ഈ ഇത്തരത്തിലുള്ള കഥകളാണോ തെളിവ്? ഇങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും നമ്മളോട് ചോദിക്കും, എന്ത് നിങ്ങൾ എന്തു പറഞ്ഞിട്ട് കാര്യം, എന്ത് കാര്യം, എന്റെ കഥ ഇതാണ്, ഇത് നിങ്ങൾ എന്ത് മറുപടി പറയും? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ പറയുന്നതിന്റെ വ്യർത്ഥത എത്രമാത്രം വലുതാണ്. കാരണം അള്ളാഹു പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവന്റെ മുന്നിൽ നമ്മൾ വെച്ചു കൊടുക്കുന്നു. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. അള്ളാഹുവിന്റെ വാക്കാണ്, നമ്മുടെ വാക്കല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്. ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക. അള്ളാഹുവിന്റെയും റസൂലിന്റെയും വാക്ക് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ അവൻ വിശ്വസിക്കില്ല, അവന്റെ കഥ നമ്മൾ വിശ്വസിക്കണം. എന്നിട്ട് നമ്മൾ പഠിച്ച ദീൻ, നമ്മൾ പഠിച്ച തൗഹീദ നമ്മൾ വലിച്ചെറിയണം. അള്ളാഹു റസൂലും പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ അവൻ സ്വീകരിക്കില്ല. ഇതെന്തൊരു മറിമായമാണ്, ഇതെന്തൊരു അത്ഭുതമാണ്. അതുകൊണ്ട് അത്തരം കഥകളല്ല, അത്തരം കഥകളോ സ്വപ്നങ്ങളോ അല്ല, അതൊക്കെ തെളിവില്ലാത്ത ആളുകളുടെ ന്യായങ്ങളാണ്. സ്വപ്നങ്ങൾ, ഈ കിനാവ് കഥകൾ, ഖുർആനും സുന്നത്തിനും എതിരായി ഇതൊക്കെ വന്നാൽ അതിന് 5 പൈസയുടെ വിലയില്ല. അള്ളാഹുവിന്റെ കലാമിനോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിച്ചു വന്നോ എങ്കിൽ മാത്രമേ ജനങ്ങളുടെ അനുഭവ കഥകൾക്ക് വിലയുള്ളൂ, സംശയവുമില്ല. മറിച്ച് ആ അനുഭവം അത് എന്താണ്, അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെല്ലാം സാധ്യതകളുണ്ട്. ഈ പറഞ്ഞതുപോലെ പൈശാചികമായ ഉപദ്രവങ്ങൾ ആളുകൾക്കുണ്ടാകും. ശൈത്താൻ ജോത്സ്യന് മലക്കുകളുടെ സംസാരം എത്തിച്ചു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? എന്തിനു വേണ്ടിയാണ്? ആ സത്യം, ഹക്കായ ഒരു കലിമ ഈ പെരുങ്കള്ളനായ ജോത്സ്യന് പിശാച് എത്തിച്ചു കൊടുക്കുന്നത്, അത് മുഖേന ആളുകളെ വഞ്ചിക്കാൻ വേണ്ടിയാണ്. 100 കളവുകൾ കൂടി വരുന്നവനോട് അവൻ പറഞ്ഞു കൊടുക്കും. ഈ വരുന്നവൻ അതോടെ ആ ഷിർക്കിൽ, കുഫറിൽ ആണ്ടുപോകും. അയാൾ പറഞ്ഞത് കാര്യം സത്യമായി പുലർന്നു. അള്ളാഹുവിന്റെ പരീക്ഷണമാണത്. റബ്ബ് പരീക്ഷണമായിട്ടാണ് ശൈത്താൻ ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. മസീഹുദ് ദജ്ജാൽ അവസാന കാലത്ത് വന്നാൽ എന്തെല്ലാം അത്ഭുതങ്ങൾ കാണിക്കും. അവൻ അനുസരിക്കുന്നവർക്കാണ് എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും കിട്ടുക. അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അതുകൊണ്ട് ആളുകളുടെ അനുഭവങ്ങളല്ല, മറിച്ച് കിതാബും സുന്നത്തുമാണ് തെളിവ്. അത് മനസ്സിലാക്കുക.